കുഞ്ചാക്കോ ബോബൻ്റെ ചന്ദാമാമ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അതിനടുത്ത് തന്നെ മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നതായി ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലൂടെ പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. ആ ഷൂട്ടിംഗ് ലൊക്കേഷനെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. ആ ലൊക്കേഷനിൽ വെച്ച് നടന്നത് സുരേഷ് ഗോപി സാർ അഭിനയിച്ച പതാക എന്ന സിനിമയുടെ ഒരു ഫൈറ്റ് സീനാണ്. ആ ഫൈറ്റ് സീൻ ഇതാണ്. നൈറ്റായിരുന്നു എൻ്റെ ഷൂട്ട്. അന്ന് ഞാനും കാണാൻ പോയിരുന്നു. ആ ബിൽഡിങ് ബാഡ്മിൻ്റനൊക്കെ കളിക്കുന്നൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ആ ഇടിച്ചിടുന്ന ഭാഗത്തൊക്കെ ആ ഒരു ലൈൻസൊക്കെ കാണാൻ പറ്റും. പിന്നീടൊരു ദിവസം ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി സൈക്കിളിന് അതുവഴി പോയ സമയത്ത് ഒരു കാറ് ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ടായിരുന്നു. ആ കാറിനകത്ത് നിന്ന് കൈകൊണ്ട് ഒരാൾ മാറാൻ എന്നുള്ള രീതിയിൽ കൈ കാണിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്കിതെന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ നേരെ മുമ്പിലേക്ക് പോയി. അപ്പോൾ മുമ്പിലേക്ക് ചെന്നപ്പോഴായിരുന്നു അവിടെ സിനിമ ഷൂട്ടിംഗ് ആയിരുന്നു. അവിടെ ക്യാമറ ടീം എല്ലാം അവിടെ റെഡിയായിട്ട് അവർ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതേതാണ് ഈ പടം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് അവരോടൊക്കെ ചോദിച്ചപ്പോൾ അത് സുരേഷ് ഗോപി സാറിൻ്റെ തന്നെ പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആയിരുന്നു. അവിടെ ഒരു പാട്ട് സീനായിരുന്നു ഷൂട്ട് ചെയ്തത്. ലക്ഷ്മി ഗോപാലസ്വാമി നായികയായിട്ട് ഉള്ളതായിരുന്നു. ഈ സീനായിരുന്നു അവിടെ ഷൂട്ട് ചെയ്തിരുന്നത്. പിന്നീട് ഞാൻ സുരേഷ് ഗോപി സാറിനെ കാണുന്നത് മനോരമ ചാനലിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോഴത്തേക്ക് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് സാർ അവിടെ വന്നപ്പോഴായിരുന്നു കണ്ടത്. കൂടെ നിന്ന് എനിക്കൊരു ഫോട്ടോ എടുക്കാനും പറ്റി. ആ ഫോട്ടോയിലുള്ളത് ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്ക് ആ ടൈമിലൊക്കെ തൈറോയ്ഡ് കൂടുതലായി ഇരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. സുരേഷ് ഗോപി സാറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ലേലം സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അതും വീടിനടുത്ത് ചെറിയൊരു മല പോലുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിവിടെ ഒരു ഫ്ലാറ്റ് ഇതൊക്കെയാണ്. അപ്പോൾ ആ മല പോലുള്ള സ്ഥലത്ത് ഇവരൊരു ചെറിയ തട്ടുകട സെറ്റ് ചെയ്തിട്ട് സുരേഷ് ഗോപി സാറ്, മണിയമ്പിള്ള രാജു, ടോണി ഇവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ഥിതിക്ക് ഒരു ജീപ്പിന് വന്ന് ഇറങ്ങുന്നതായിട്ടുള്ള ഒരു സീനായിരുന്നു അവിടെ ഷൂട്ട് ചെയ്തത്. പിന്നെ ആ പടത്തിലെ തന്നെ മെയിനായിട്ടുള്ളൊരു സീൻ സോമൻ സാറിനെ കൊല്ലുന്ന ഒരു സീനുണ്ടല്ലോ, അത് ഈ പറയുന്ന ചന്ദമാമ സിനിമ ലൊക്കേഷൻ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു അതിൻ്റെ ഷൂട്ടുണ്ടായിരുന്നത്. ഈ ഷൂട്ടും കാണാൻ പറ്റി. സുരേഷ് ഗോപി സാറിൻ്റെ ടൈഗർ എന്ന സിനിമയുടെ മുക്കാ ഭാഗവും ആ ലൊക്കേഷനുകളിൽ തന്നെയാണ് ഷൂട്ടിംഗ് നടന്നത്. അതുപോലെ തന്നെ ചിന്താമണി കൊലക്കേസിൻ്റെ ക്ലൈമാക്സ് സീനിലെ ഫൈറ്റ് അതും ആ ലൊക്കേഷനുകളിൽ തന്നെയാണ് നടന്നത്. ഇപ്പോഴും അവിടെ ഷൂട്ടിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ട അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം.